മദ്യപാനികളും ലഹരി സംഘങ്ങളും അക്രമികളും അരങ്ങുവാഴുന്ന ഒരു നാട്ടിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പട്ടാപ്പകൽ പോലും സ്ത്രീകളെ ആക്രമിക്കുന്നവർ, ആരെയും തല്ലാനും കൊല്ലാനും മടി കാണിക്കാത്തവർ, പോലീസിനെയും നമ്മുടെ നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുന്നവർ. ഇവിടെ നമുക്ക് സുരക്ഷിതമായി എങ്ങനെ ജീവിക്കാൻ കഴിയും? പത്തനംതിട്ട തിരുവല്ലയിൽ റോഡിലൂടെ സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവതിക്ക് നേരെയുണ്ടായ ആക്രമണം ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പ്രഖ്യാപനങ്ങൾ നടത്തുന്ന സർക്കാരും പോലീസും നോക്കുകുത്തികളാകുകയാണോ? കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ. സ്വാഗതം. പത്തനംതിട്ട തിരുവല്ലയിലെ നാട്ടുകാരുടെ പേടി സ്വപ്നമാണ് ജോജോ എന്ന കൊടും ക്രിമിനൽ. കണ്ടാൽ സിനിമകളിലെ വില്ലൻ കഥാപാത്രങ്ങളെ പോലെ തോന്നും. മദ്യപിച്ചു കഴിഞ്ഞാൽ ആരെയും ആക്രമിക്കും. വഴിയിലൂടെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടത്തും. ഒടുവിൽ ഇയാളുടെ ആക്രമണത്തിന് ഇരയായത് ഇരുചക്ര വാഹനത്തിൽ വരികയായിരുന്ന യുവതിയാണ്. നഗരമധ്യത്തിൽ വെച്ചാണ് മദ്യലഹരിയിലായിരുന്ന ജോജോ യുവതിയെ ആക്രമിച്ചത്. വാഹനത്തിൽ നിന്നും വലിച്ചു താഴെയിട്ടതിനെ തുടർന്ന് യുവതിയുടെ കൈക്കും തോളിനും പരിക്കേറ്റു. പ്രതിയെ പോലീസ് പിടികൂടിയ ശേഷം നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ഉച്ചയ്ക്ക് ശേഷം 2-നാണ് തിരുവല്ല നഗരത്തിൽ ഇരുചക്ര വാഹനത്തിൽ വരികയായിരുന്ന യുവതിയെ ജോജോ ആക്രമിച്ചത്. യുവതി ബഹളം വെച്ചപ്പോൾ ഓടിക്കൂടിയ നാട്ടുകാരാണ് ഇവരെ രക്ഷിച്ചത്. വാഹനത്തിൽ നിന്നും വലിച്ച് താഴെയിട്ടതിനെ തുടർന്ന് യുവതിയുടെ കൈക്കും തോളിനും പരിക്കേറ്റു. ജോജോയെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആദ്യം പോലീസ് സ്റ്റേഷനിലെത്തി ബഹളം വെച്ച ശേഷമാണ് ഇയാൾ റോഡിലിറങ്ങി യുവതിക്ക് നേരെ ആക്രമണം നടത്തിയത്. ജോജോയെ പോലീസ് വാഹനത്തിൽ വെച്ച് യുവതിയുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്തു. പരിക്കേറ്റ 25-കാരിയെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഥിരം മദ്യവെച്ച് പ്രശ്നമുണ്ടാക്കുന്ന ആളാണ് ജോജോ എന്ന് പോലീസ് വ്യക്തമാക്കി. വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ന്യൂസ് 18 പത്തനംതിട്ട. മദ്യപാനികൾ പൊതുസമൂഹത്തിൽ മാത്രമല്ല സ്വന്തം കുടുംബത്തിലും ഭീതി വിതയ്ക്കുകയാണ്. കണ്ണൂർ ഇരിക്കൂരിൽ മദ്യലഹരിയിൽ അനുജൻ ജ്യേഷ്ഠനെ കുത്തിക്കൊലപ്പെടുത്തി. പടിയൂർ സ്വദേശി രാജീവനെയാണ് സഹോദരൻ സജീവൻ കുത്തിക്കൊന്നത്. നെഞ്ചിലും കൈകളിലും ഉൾപ്പെടെ നിരവധി കുത്തേറ്റ രാജീവനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിന് ശേഷം ഇരിക്കൂർ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. മദ്യലഹരിയിൽ ഇരുവരും തമ്മിൽ വീട്ടിൽ പ്രശ്നങ്ങൾ പതിവായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഇരിക്കൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പടിയൂരിൽ കഴിഞ്ഞ ദിവസം രാത്രി 8ഓടെയായിരുന്നു സംഭവം. വീട്ടിൽ മത്സ്യം മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന രാജീവനെ അനുജൻ സജീവൻ കത്തികൊണ്ട് തുരുതുരെ കുത്തുകയായിരുന്നു. നെഞ്ചത്ത് സാരമായി പരിക്കേറ്റ രാജീവനെ ഉടൻ ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നെഞ്ചത്തെ മുറിവുകൾക്ക് പുറമെ കൈത്തണ്ടയിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കുത്തേറ്റതിന്റെ പാടുകളുണ്ട്. കൂലിത്തൊഴിലാളികളായ രാജീവനും സജീവനും തമ്മിൽ 2 ദിവസമായി വീട്ടിൽ തർക്കങ്ങളുണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. മദ്യലഹരിയിലാണ് സജീവൻ കൊല നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
ന്യൂസ് 18 കണ്ണൂർ. കുടുംബങ്ങളിലെ കൂട്ടക്കുരുതികളെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഭയം തോന്നാറുണ്ട്. മനസ്സിന് വിഷമവും വേദനയും ഉണ്ടാകും. ഇതുപോലെ ഏറെ നൊമ്പരപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഈ പകൽ കൊല്ലം പരവൂരിൽ നിന്നും കേൾക്കാൻ കഴിഞ്ഞത്. പരവൂരിൽ ഭാര്യയെയും മകളെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തി ഭർത്താവ് ജീവനൊടുക്കാൻ ശ്രമിച്ചു. പരവൂർ സ്വദേശി ശ്രീജുവാണ് ഭാര്യ പ്രീത, മകൾ ശ്രീനന്ദ എന്നിവരെ കൊലപ്പെടുത്തിയത്. ജീവനൊടുക്കാൻ ശ്രമിച്ച ശ്രീജുവും മകൻ ശ്രീരാഗും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഭാര്യയ്ക്കും മക്കൾക്കും വിഷം നൽകിയ ശേഷം ശ്രീനു കഴുത്തറക്കുകയായിരുന്നു. കടബാധ്യതയാണ് ഇതിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ായ ശ്രീജുവാണ് 39-കാരിയായ ഭാര്യ പ്രീത, 14-കാരിയായ മകൾ ശ്രീനന്ദ എന്നിവരെ കൊലപ്പെടുത്തിയത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മകൻ ശ്രീരാഗിനെ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജീവനൊടുക്കാൻ ശ്രമിച്ച ശ്രീജുവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രീത കൈനരം വറുത്ത് ഇങ്ങനെ സീരിയസ് ആയിട്ട് കിടക്കുന്നെന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെ പിള്ളേർ, നമ്മുടെ പാർട്ടി പ്രവർത്തകരെല്ലാവരും കൂടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് 4 പേർക്കും മുറിവ്, 3 പേർക്ക് കഴുത്തിന് മുറിവ്. ശ്രീജു എന്ന് പറഞ്ഞാൽ ഈ പ്രീതയുടെ ഭർത്താവിന് കയ്യിൽ മുറിവായിട്ട് നിൽക്കുകയായിരുന്നു. ശ്രീതുവും നമ്മളെ പ്രീതയും പെങ്കൊച്ചും ഏകദേശം ചലനമില്ലാതെ കിടക്കുകയായിരുന്നു. അവരെ ആംബുലൻസിൽ നമ്മുടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലോട്ട്, കൊല്ലം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ശ്രീജുവിനെ പാരിപ്പള്ളിയിലോട്ട് ആട്ടയിൽ തന്നെ ആദ്യമേ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്ന പോയിസണിൻ്റെ ഒരു അംശവും കൂടെ ഉണ്ടെന്നറിഞ്ഞു. മകന് ഇത്തിരി നല്ല സീരിയസ് ആയിരുന്നു. അതിനെ നമ്മുടെ കൊട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന പ്രീതയുടെ സഹോദരൻ പ്രമോദ് വീട്ടിലെത്തി വിളിച്ചപ്പോൾ വാതിൽ തുറന്നില്ല. ഇതോടെ സംശയം തോന്നി നാട്ടുകാരെ വിളിച്ചുകൂട്ടി വാതിൽ പൊളിച്ച് വീടിനുള്ളിൽ പ്രവേശിക്കുകയായിരുന്നു. പ്രീതയും ശ്രീനന്ദയും മരിച്ച നിലയിലും ശ്രീജുവിനെ കൈഞ്ഞരമ്പ് മുറിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ശ്രീജു, ശ്രീരാഗ് എന്നിവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. കടബാധ്യതയാണ് അതിക്രമത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. ഇത് ഇന്നലെ ആത്മഹത്യക്ക് ശ്രമിച്ച അവരുടെ കടയാണിത്. ഒരു സന്തോഷമായിട്ട് ജീവിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. 8:30 മണിയാകുമ്പോൾ കട അടയ്ക്കും. ഒരു ഭാര്യ ഭർത്താവ് ഒരുമിച്ചാണ് വീട്ടിലോട്ട് പോകുന്നത്. എല്ലാം നമ്മളറിയാൻ ചില വേറെ വിഷയങ്ങളൊന്നും ഇതിനകത്തില്ല. ഒരു സന്തോഷമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശത്തായിരുന്ന ശ്രീജു നാട്ടിൽ വന്ന് നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. വീടിനടുത്തു തന്നെ തുണിക്കട നടത്തിയിരുന്ന പ്രീത പൂതക്കുളം സർവീസ് സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റായിരുന്നു. ശ്രീനന്ദ പൂതക്കുളം സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പ്രീതയുടെയും മകളുടെയും മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് 18 കൊട്ടാരക്കര. കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയ പോലീസിന്റെയും ATSന്റെയും നീക്കം ഇനി ആരിലേക്ക്? ഗുണ്ടാത്തലവൻ പെരുമ്പാവൂർ അനസിനെ പിടികൂടുകയാണ് ലക്ഷ്യമെങ്കിൽ അതത്ര എളുപ്പമാണോ? മാഞ്ഞാലിയിലെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ 4 തോക്കുകൾ പെരുമ്പാവൂർ അനസിന്റേതെന്നാണ് റിയാസിന്റെ മൊഴി. ആ തോക്കുകളുടെ ഉറവിടം കണ്ടെത്തണമെങ്കിൽ അനസിനെ പിടികൂടണം. അനസിന് വിശ്വസ്തരെ പൂട്ടി ഗുണ്ടാ നേതാവിനെ നാട്ടിലെത്തിക്കാനാകും അന്വേഷണ സംഘത്തിന്റെ ഇനിയുള്ള തന്ത്രങ്ങൾ. ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തകളുടെ ചുവട് പിടിച്ചാണ് പോലീസിന്റെയും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെയും അന്വേഷണം പുരോഗമിക്കുന്നത്. പെരുമ്പാവൂരിലെ റെഡിമെയ്ഡ് ഷോപ്പിലെ സെയിൽസ്മാനിൽ നിന്ന് കൊച്ചിയിലെ ഗുണ്ടാത്തലവനായി മാറിയ ആളാണ് പെരുമ്പാവൂർ അനസ്. റീൽസുകൾ ഇറക്കി യുവാക്കളെ ആകർഷിച്ച് വലിയൊരു ആരാധകവൃന്ദം ഉണ്ടാക്കി. അങ്ങനെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ചെറുപ്പക്കാരെ കണ്ടെത്തി കൊച്ചിയിൽ പുതിയൊരു അധോലോകം സൃഷ്ടിച്ചു. അവരുടെ കയ്യിൽ തോക്കും ആയുധങ്ങളും കൊടുത്തു. പെരുമ്പാവൂർ അനസ് എന്ന കുപ്രസിദ്ധ ഗുണ്ട സാമ്രാജ്യം പടുത്തുയർത്തിയത് അങ്ങനെയാണ്. പറവൂർ മാഞ്ഞാലിയിലെ വീട്ടിൽ നിന്നും 2 റിവോൾവറും 2 എയർ പിസ്റ്റലും കണ്ടെത്തിയ സംഭവത്തിൽ റിയാസിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് അനസിനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങളാണ് ലഭിച്ചത്. പോലീസും ഭീകരവിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്ത തോക്കുകൾ അനസിന്റേതാണെന്നാണ് റിയാസിന്റെ മൊഴി. ഭീകരവിരുദ്ധ സ്ക്വാഡ് DIG പുട്ട വിമലാദിത്യയുടെയും
എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെയും നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് തോക്കുകളും 30ഓളം തിരകളും കത്തികളും കണ്ടെടുത്തത്. മാവിൻ ചുവട് മുബാറക് വധക്കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ റിയാസ അനസിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ്. റിയാസിന്റെ പക്കൽ നിന്ന് കണ്ടെടുത്ത ആയുധങ്ങൾ അനസിന്റേതാണെങ്കിൽ ഇനി അറിയേണ്ടത് അതിന്റെ ഉറവിടമാണ്. റെയ്ഡിൽ അനസിന്റെ മറ്റൊരു കൂട്ടാളിയുടെ വീട്ടിൽ നിന്ന് റിവോൾവർ സൂക്ഷിക്കുന്നതിനുള്ള ഉറയും കൈവിലങ്ങുകളും എയർ പിസ്റ്റളുകളിൽ ഉപയോഗിക്കുന്ന ഒരു ബോക്സ് പെല്ലറ്റുകളും കണ്ടെത്തിയിരുന്നു. പെരുമ്പാവൂർ അനസുമായി ബന്ധമുള്ള ഒരാൾ താമസിച്ചിരുന്ന തമിഴ്നാട്ടിലെ ആനമലയിലുള്ള വീട്ടിലും ഇപ്പോൾ താമസിക്കുന്ന ഗുരുവായൂരിലെ ഫ്ളാറ്റിലും പോലീസ് പരിശോധന നടത്തി. റെയ്ഡിൽ ഒരു വടിവാൾ കണ്ടെത്തിയിട്ടുണ്ട്. അനസിന്റെ സുഹൃത്തും പെരുമ്പാവൂർ സ്വദേശിയുമായ ഷാജി പാപ്പൻ എന്ന ഷാജിയുടെ പെരുമ്പാവൂരിലുള്ള വീട്ടിലും പോലീസ് റെയ്ഡ് നടത്തിയെങ്കിലും ആയുധങ്ങളോ തെളിവുകളോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വയനാട്ടിലെ കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അനസും കൂട്ടാളികളും താമസിച്ചിരുന്ന ഒരു റിസോർട്ടിന്റെ പുറകുവശത്തുള്ള ഭൂമിയിൽ തോക്കുകൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൽപ്പറ്റ പോലീസും ഭീകരവിരുദ്ധ സ്ക്വാഡും വയനാട് ജില്ലാ ബോംബ് ഡിറ്റക്ഷൻ സംഘവും പരിശോധന നടത്തിയിരുന്നു. റെയ്ഡ് വിവരം പുറത്തായതോടെ ഒളിവിൽ പോയ മറ്റ് സംഘങ്ങൾക്കായി തെരച്ചിൽ തുടരുകയാണ്. കൃത്യമായ തെളിവുകൾ ലഭിച്ചാൽ അനസിനെ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങൾ ഉടൻ തന്നെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ന്യൂസ് 18 കൊച്ചി. സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട് ചതിക്കുഴികളിൽ വീണ ഒട്ടേറെ പെൺകുട്ടികളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ഇങ്ങനെ കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 4 വർഷം മുൻപ് യുവാവ് പീഡിപ്പിച്ചത് പ്രണയം നടിച്ചാണ്. പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിൽ പ്രതിക്ക് 54 വർഷം തടവും പിഴയും ശിക്ഷ. ചിറ്റാരിക്കൽ സ്വദേശി ആൻഡോ ചാക്കോച്ചനെയാണ് ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. കടുമേനി പാട്ടേങ്ങാനത്തെ ആൻഡോ ചാക്കോച്ചൻ എന്ന ആന്റപ്പനെയാണ് ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി സി സുരേഷ് കുമാർ ശിക്ഷിച്ചത്. പ്രതിക്ക് 54 വർഷം തടവും 1,40,000 രൂപ പിഴയടക്കാനുമാണ് വിധിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷവും 4 മാസവും അധിക തടവ് അനുഭവിക്കണം. 28-കാരനായ പ്രതി 2019 ജൂലൈ മാസത്തിലും സെപ്റ്റംബറിലും നിരവധി തവണ കാറിലും വീട്ടിൽ വെച്ചും പെൺകുട്ടിയെ ക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ്. വിവരം പുറത്തു പറഞ്ഞാൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. ജാമ്യത്തിലിറങ്ങിയ ആന്റപ്പൻ നാടുവിടുകയായിരുന്നു. പോലീസ് പിടികൂടാതിരിക്കാനായി ഇന്ത്യ വിട്ട പ്രതി നേപ്പാളിൽ അനൂപ് മേനോൻ എന്ന പേരിൽ വർക്ക്ഷോപ്പ് നടത്തി വരികയായിരുന്നു. പ്രതിയുടെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച പോലീസ് സംഘം പുതിയ പേരിൽ പാസ്പോർട്ട് എടുക്കാനായി നേപ്പാളിൽ നിന്നും മുംബൈയിലെത്തിയപ്പോൾ പിടികൂടുകയായിരുന്നു. ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷണം നടത്തിയത് അന്നത്തെ സബ് ഇൻസ്പെക്ടറായിരുന്ന KP വിനോദ് കുമാറും അന്വേഷണം പൂർത്തീകരിച്ച് പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഇൻസ്പെക്ടർ P രാജേഷുമാണ്. ന്യൂസ് 18 കാസർഗോഡ്. അച്ഛന്റെ സുഹൃത്തിൽ നിന്നുണ്ടായ ദുരനുഭവം തിരുവനന്തപുരം തിരുമലയിലെ 3.5 വയസ്സുകാരന്റെ ജീവിതത്തെ ഇപ്പോഴും അലട്ടുന്നുണ്ട്. അവന്റെ ശരീരത്തിലേറ്റ മുറിവുകളേക്കാൾ ഉണങ്ങാത്തത് മനസ്സിനേറ്റ മുറിവാണ്. കുടുംബ സുഹൃത്തായ വ്യാപാരിയാണ് കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം മുറിവേൽപ്പിച്ചത്. സംഭവത്തിന് ശേഷം പ്രതിയുടെ ബന്ധുക്കൾ ഭീഷണിപ്പെടുത്തി കേസ് പിൻവലിപ്പിക്കാൻ ശ്രമിക്കുന്നതായി കുട്ടിയുടെ പിതാവ് ന്യൂസ് 18നോട് പറഞ്ഞു. തിരുവനന്തപുരം തിരുമലയിൽ 3.5 വയസ്സുകാരന് ഒരു വ്യാപാരിയുടെ ഭാഗത്ത് നിന്ന് ക്രൂരമായ പീഡനമേൽക്കേണ്ടി വന്ന വാർത്ത വലിയ തരത്തിൽ വിവാദമായി മാറിയിരിക്കുകയാണ്. സംഭവം മൂടിവെക്കാനുള്ള ശ്രമം ഉണ്ടായി എന്നതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. തമിഴ്നാട് സ്വദേശിയായ രാജനാരായണന്റെ 3.5 വയസ്സ് മാത്രം പ്രായമുള്ള മകന് നേരെയാണ് വ്യാപാരിയായ മാരിക്കനിയിൽ നിന്ന് ക്രൂരമായ പീഡനമേൽക്കേണ്ടി വന്നത്. ഇയാൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ സംഭവം? എന്നാണ് ഈ കുഞ്ഞിന് ഇങ്ങനൊരു പീഡനം ഏൽക്കേണ്ടി വന്നത്? ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കളഞ്ഞ വിഷു അന്ന് ഞാൻ കടയിലുണ്ടായിരുന്നു. 6 മണിക്ക് ഞാൻ ഇറങ്ങും. ഇവിടെ തട്ടുകട നടത്തണം, ചെറിയ തട്ടുകട.
അപ്പോൾ അന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ വെച്ചാൽ ആ പുള്ളി കടയ്ക്ക് വന്നില്ല, വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യ ചോദിച്ചിട്ട് കൊണ്ട് ഇങ്ങനെ നാരണ ഞാൻ കാണാൻ പോവാം. അപ്പോൾ ഞാൻ പുള്ളിയെ കൊണ്ടുപോകും. അപ്പോൾ വേണ്ടാണ് ഞാൻ എൻ്റെ ഭാര്യ പറയപ്പോൾ കൊണ്ടുപോയിട്ട് പിന്നെ കടയ്ക്ക് കൊണ്ട് എൻ്റെ കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് കടയിൽ ആളുണ്ട്, അപ്പോൾ നമ്മൾ നോക്കാൻ പറ്റില്ല, നീ പെട്ടെന്ന് അമ്മയുടെ ആക്കണം പറഞ്ഞ്. പിന്നെ ആ പുള്ളി അങ്ങനെ ആക്കിയിട്ടില്ല. പിന്നെ തിരിച്ച് ഇവിടെ വിട്ടിട്ട് പോയി. അപ്പം എൻ്റെ ഭാര്യ വിളിച്ചു, ഇങ്ങനെ ഭാഗത്തിലെന്ത് ഭയങ്കര ബ്ലീഡിങ്ങാണ്, ഭയങ്കര വേദന കൊണ്ടിട്ട് പറഞ്ഞത്, അങ്ങനെ കരഞ്ഞു കൊണ്ടിരിക്കണം പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ആ കടയിൽ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല, അങ്ങനെ ആക്കിയിട്ട് എൻ്റെ കസ്റ്റമർ ആളുണ്ടായിരുന്നു. ആ ഒരു വണ്ടിയിൽ തന്നെ ആക്കിയിട്ട് നേരെ ഇവിടെ നോക്കിയപ്പോൾ ഇങ്ങനെ ബ്ലീഡിങ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായാലും സംഭവമാണ്. അപ്പോൾ അവൻ കരഞ്ഞു കൊണ്ടിരിക്കണം, ഒന്നും പറഞ്ഞിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ പുള്ളിയുടെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെയാണ്. അപ്പോൾ അറിയാതെ ഞാൻ ചെയ്തത്, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ആദ്യം പറഞ്ഞു. അതായത് ഇങ്ങനെ ഈ കുഞ്ഞിനെ നേരെ പീഡിപ്പിച്ച ശേഷം ഇദ്ദേഹം നിങ്ങളോടൊപ്പം ആശുപത്രി വന്നു. ഞാൻ ചോദിച്ചു നിങ്ങൾ കടയിൽ കൊണ്ടുവന്ന വിശേഷം തന്നെ ഇങ്ങനെ നടന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ ഇല്ല, എനക്കൊന്നും അറിഞ്ഞുകൂടാണ് ആദ്യം പറഞ്ഞത് അത് തന്നെ. അപ്പോൾ ആസ്പത്രിയിൽ ആ പുള്ളി ഉണ്ടായിരുന്നു. ടീച്ചർ പറഞ്ഞു, ആ പുള്ളി വിളിച്ച് ചോദിച്ചു, മാറിക്കണ പുള്ളിയെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ചെയ്തത് തന്നെ ആദ്യം അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചത് ഇന്നും അങ്ങനെ തുടങ്ങിയാണോ, അന്നും മാത്രമാണ് നടന്ന സംഭവം എനിക്കറിയാം. അപ്പം പുള്ളി ഇപ്പം മാപ്പ് മാനിച്ചു, എൻ്റെ ഭാര്യ കയ്യിൽ മാപ്പ് മാനിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ടീച്ചർ പറഞ്ഞു ഇത് പെട്ടെന്ന് നമ്മൾ നഴ്സറി സ്കൂളിൽ കൊഞ്ചനാണ്, അപ്പോൾ ഞാൻ പോലീസ് അറിയിക്കണം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോലീസിൽ പോയി ഞാൻ പറഞ്ഞു, പുതുച്ചപ്പാറ പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ പറഞ്ഞ പിള്ളിയുടെ ചോദിക്കപ്പോൾ പിള്ളി പറഞ്ഞത് 1.5 വർഷം കൊണ്ട് ഞാൻ ഈ കൊച്ചിനെ 1.5 വർഷമായിട്ട് കുഞ്ഞിന് നേരെ ഇങ്ങനെ ഒരു പീഡനം നടക്കുന്നുണ്ട്. അവൻ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾക്ക് അറിയാതെ. അപ്പം പോലീസ് പറയുമ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു ഷോക്കായിപ്പോയി. ഇത്ര വർഷം നമ്മൾക്ക് പരിചയപ്പെട്ട ആളാണ്, ഇങ്ങനെ ചെയ്താണ് എനിക്ക്. വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ചതിയിൽ കുടുങ്ങി റഷ്യയിലെ യുദ്ധമുഖത്ത് ഒട്ടേറെ മലയാളികളാണ് അകപ്പെട്ടത്. തട്ടിപ്പിനിരയായ ഡേവിഡ് മുത്തപ്പൻ, പ്രിൻസ് സെബാസ്റ്റ്യൻ എന്നിവർ കഴിഞ്ഞ മാസം തിരിച്ചെത്തിയിരുന്നു. ഇവരോടൊപ്പം പോയ തിനു, വിനീത് എന്നിവർ ഇപ്പോഴും മടങ്ങിയെത്തിയിട്ടില്ല. റഷ്യയിലേക്കുള്ള മനുഷ്യക്കടത്തിൽ 2 പേർ CBI സംഘത്തിന്റെ പിടിയിലായി. ഇടനിലക്കാരായ അരുൺ, പ്രിയൻ എന്നിവരെയാണ് CBI ഡൽഹി യൂണിറ്റ് അറസ്റ്റ് ചെയ്തത്. റഷ്യയിൽ സെക്യൂരിറ്റി ജോലിക്കെന്ന പേരിൽ മലയാളികളെ കൊണ്ടുപോവുകയും റഷ്യ ഉക്രൈൻ യുദ്ധമുഖത്ത് ഇവരെ നിയോഗിക്കുകയും ചെയ്തു. റഷ്യൻ സൈന്യത്തെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് പിന്നീട് മലയാളികളെ ഉപയോഗിച്ചത്. ഇതിൽ 2 പേരെ പിന്നീട് കേന്ദ്ര സർക്കാർ ഇടപെട്ട് തിരികെ കൊണ്ടുവന്നിരുന്നു. ഇപ്പോഴും 2 പേർ ഇന്ത്യയിലേക്ക് തിരികെ എത്തിയിട്ടില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കഠിനംകുളം സ്വദേശികളായ അരുൺ, പ്രിയൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ദില്ലി CBI യൂണിറ്റാണ് ഇവരെ പിടികൂടിയത്. പണം വാങ്ങി തൊഴിൽ നൽകാമെന്ന വ്യാജേന കൊണ്ടുപോവുകയായിരുന്നു. പിന്നീടാണ് ഇവരെ യുദ്ധത്തിന് നിയോഗിച്ചത്. അവിടെ കുറച്ച് ദിവസം പരിശീലനം നൽകുകയും പിന്നീട് യുദ്ധമുഖത്ത് നിയോഗിക്കുകയുമായിരുന്നു. തുടർന്ന് ഈ മലയാളികൾക്ക് അവിടെ പരിക്ക് പറ്റുന്ന സംഭവമുണ്ടായി. റഷ്യയിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷമാണ് 2 പേരെ നയതന്ത്ര ഇടപെടലിലൂടെ ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മലയാളികളെ അവിടെ കൊണ്ടുപോയതിൽ കൂടുതൽ പേരുണ്ട്. ഇവരുടെ അറസ്റ്റ് കൂടി നടക്കേണ്ടതുണ്ട്. ഇവർക്കായുള്ള തിരച്ചിൽ CBI നടത്തുകയാണ്. ആലുവ ആലങ്ങാട് സ്വദേശി അഭിജിത്ത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു. മകൻ പഠിച്ച് വിദേശത്ത് പോയി രക്ഷപ്പെടുന്നത് സ്വപ്നം കണ്ടിരുന്ന അമ്മ, അനുജനെ മാലിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമങ്ങൾ നടത്തിയിരുന്ന സഹോദരി. പോലീസിന്റെ കള്ളക്കേസ് ഇവരുടെ സ്വപ്നങ്ങളെല്ലാം കീഴ്മേൽ മറിച്ചു. തിരുവാലൂർ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ ചെറിയ തർക്കവും അതേ തുടർന്നുള്ള പോലീസ് കേസും അഭിജിത്തിനെ വല്ലാതെ വേദനിപ്പിച്ചു. BJP നേതാക്കളുടെ മർദ്ദനത്തിലും പോലീസിന്റെ കള്ളക്കേസിലും മനംനൊന്ത് യുവാവ് ജീവനൊടുക്കിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇക്കഴിഞ്ഞ 11-ാം തീയതിയാണ് ആലുവ ആലങ്ങാട് തിരുവാലൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒരു സംഘർഷമുണ്ടാകുന്നത്. ഉത്സവവുമായി ബന്ധപ്പെട്ട് കുട്ടികളെല്ലാവരും അതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ട് ഡാൻസ് കളിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്യുന്നു. സ്ഥലത്തെ ചില പ്രധാനികൾ, മുൻ മെമ്പർ ഉൾപ്പെടെയുള്ള പ്രധാനികൾ അവരെ തടയുന്നു. ഈ കുട്ടി, അഭിജിത്ത് എന്ന ഈ കുട്ടി അവിടെ അല്പം മാറി നിന്ന് പരിപാടി കാണുകയായിരുന്നു. അദ്ദേഹത്തോട് വീട്ടിൽ പോടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് മെമ്പർ അദ്ദേഹത്തോട് തർക്കിക്കുകയും തുടർന്ന് ഈ അഭിജിത്തുമായി തർക്കമുണ്ടാവുകയും തുടർന്ന് അവിടുത്തെ BJP പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ അഭിജിത്തിനെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് അഭിജിത്ത് ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നത്.
കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറുന്നു. അവിടെ നിന്നും വീണ്ടും തിരിച്ച് എത്തുമ്പോൾ കേസ് കൊടുക്കുന്നില്ല എന്നൊരു ധാരണയിൽ അഭിജിത്ത് വീട്ടുകാരുമായി സംസാരിച്ച് തിരികെ പോരുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ തൊട്ടടുത്ത ദിവസവും ഇതേ സംഘർഷം തന്നെ ഉണ്ടാകുകയും അഭിജിത്തിനെ ആക്രമിച്ച് കേസെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഈ സാഹചര്യത്തിൽ മാനസിക സമ്മർദ്ദം മൂലമാണ് അഭിജിത്ത് ആത്മഹത്യ ചെയ്തതെന്നാണ് വീട്ടുകാരുടെ ആരോപണം. അഭിജിത്തിന്റെ അമ്മ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് അമ്മയോട് തന്നെ കൂടുതൽ നേരിട്ട് ചോദിക്കാം. എന്താണ് അമ്മ സംഭവിച്ചത്? 11-ാം തീയതി രാത്രി ഇവൻ സിനിമ കാണാൻ വേണ്ടിയാണ് ഇവിടുന്ന് പോയത്. സെക്കൻഡ് ഷോ കാണാനായിട്ട് ആവേശം എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടി പോയി. അവന് ടിക്കറ്റ് കിട്ടാഞ്ഞുകൊണ്ട് തിരിച്ചു വന്ന് അമ്പലത്തിലെ പരിപാടി കണ്ടുകൊണ്ടിരുന്ന് അമ്പലത്തിലെ പരിപാടി തീർന്നു കഴിഞ്ഞപ്പോൾ അവൻ വണ്ടി എടുത്ത് പോരാനായിട്ട് പോന്നപ്പോൾ മുൻ മെമ്പർ സുരേഷ് ഇവനോട് വീട്ടിൽ പോടാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആദ്യമൊന്നും പ്രതീക്ഷിച്ചില്ല. പിന്നെയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കറിയാം എൻ്റെ വീട്ടിൽ പോവാൻ, ചേട്ടൻ ആദ്യം വീട്ടിൽ പോകുന്നു പറഞ്ഞു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇവനെ പിടിച്ച് 2-3 തള്ളി കഴിഞ്ഞപ്പോൾ അവനും തള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി കഴിഞ്ഞപ്പം മുൻ മെമ്പർ വിളിച്ചു പറഞ്ഞു ഇവനെ തല്ലടാന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. അപ്പം 5-8 പേര് കൂടി ഓടി വന്ന് ഇവനെ വളഞ്ഞിട്ട് ആക്രമിച്ച് കാലുമേക്കെ കമ്പി ഒടിക്കടിച്ച് പുറത്ത് കൊല്ലൂത്തി. അപ്പം അടക്ക പുറമൊക്കെ ഇടിച്ച് നല്ല ഇതായിട്ട് കരിനീലം പോലെ കിടക്കിയിരുന്നു അവന്റെ പുറമൊക്കെ. ഇവിടെ മാമൻ ചെന്ന് ചോദിച്ച്, അവന്റെ അച്ഛൻ ചെന്ന് ചോദിച്ചു എന്തിനാ എന്റെ മോനെ തല്ലിയെന്നുള്ള കാര്യം ചോദിച്ചു. അപ്പൊ കിരൺ എടുത്ത വഴിക്ക് മാമന്റെ അടുത്ത് പറയണ്ടായി, ഞങ്ങളുടെ നേതാവ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തല്ലിയത്, ഇനി വേഷം കിട്ടിയാൽ ഇനിയും തല്ലും എന്നുള്ള രീതിയിൽ. ഇപ്പൊ അവൻ പറഞ്ഞിട്ട് കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്നിലും ഉണ്ടായിട്ടില്ല, ഞാൻ അവനെ തല്ലിയിട്ടില്ല എന്നാണ് ഇപ്പൊ അവൻ എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നത്. പിന്നെ അങ്ങനെ തല്ലിയിട്ടില്ലാത്ത ഒരാള് ഇങ്ങനെ ചെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി വേഷം കെട്ടിയാൽ ഇനിയും തല്ലുന്നു, അപ്പൊ തല്ലിയിട്ടാണല്ലോ ഇനിയും തല്ലു എന്ന് പറയുന്നത്. അവിടെ ഇരിക്കുന്ന ടൈമിൽ വേറൊരു ഭാഗത്ത് ഇടി ഉണ്ടാവുകയും അവിടെ നിന്ന് പോലീസുകാര് ലാത്തി ഉപയോഗിച്ച് എല്ലാവരും ഓടിക്കുന്ന സമയത്ത് ഇവിടെ മുൻ പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന ഒരു സുരേഷ് എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് ഇവനോട് വീട്ടിൽ പോകാനായിട്ട് ആവശ്യപ്പെടുകയും അവൻ ആ സമയത്ത് അവര് തമ്മിൽ എന്തോ വാക്കുതർക്കം ഉണ്ടാവുകയൊക്കെ ചെയ്തു. ശേഷം ഒരു 6-7 പേര് ചേർന്നിട്ട് അവനെ ആക്രമിക്കുകയാണ് ചെയ്തത്. അവൻ അന്ന് തന്നെ ആലുവ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായിട്ട് പോയിരുന്നു. അവിടെ നിന്ന് റെഫർ ചെയ്തിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലും പോയിരുന്നു. പക്ഷെ അന്ന് അവിടെ അഡ്മിറ്റ് ആയില്ലായിരുന്നു. കാരണം ഇനി ഒരു കേസൊന്നും ആവണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മ തന്നെയാണ് അവനെ തിരിച്ചു വിളിച്ചത്, കേസൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവൻ പിറ്റേ ദിവസം ഈ ആലുവ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിൽ നിന്നും കിട്ടിയിരുന്ന രേഖകൾ വെച്ചിട്ട് ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുകയാണ് ചെയ്തത്. അതെല്ലാം എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താൻ കുറ്റവാളി അല്ലാത്തതിൽ പോലും പോലീസ് തന്നോട് നീതികേട് കാണിച്ചു എന്നുള്ള മാനസിക സമ്മർദ്ദത്തിലാണ് ജീവനൊടുക്കിയിരിക്കുന്നുള്ള ആരോപണം കടുക്കുകയാണ്. ഇവിടെ അധികാരത്തിന്റെ ഹുങ്കും ധാർഷ്ട്യവും പോലീസിനെ സ്വാധീനിക്കാനുള്ള ഇവിടുത്തെ പ്രധാനികളുടെ അധികാര ദുർവിനിയോഗവുമാണ് ഇങ്ങനെ ഒരു ജീവൻ പൊലിയാനുണ്ടായ സാഹചര്യമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്യാമറമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. പണം നിക്ഷേപിച്ചാൽ മറ്റു ബാങ്കുകൾക്കാൾ ഉയർന്ന പലിശ. ഇങ്ങനെ പരസ്യം കണ്ടാൽ നമ്മളൊക്കെ ചിലപ്പോൾ ആ ചതിയിൽ വീണുപോകും. പോപ്പുലർ ഫിനാൻസ് സ്ഥാപനം പോലെ സാധാരണക്കാരിൽ നിന്നും ലക്ഷങ്ങൾ നിക്ഷേപമായി സമാഹരിച്ച സ്ഥാപനമാണ് പത്തനംതിട്ട തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ഫിനാൻസ്. കേരള കോൺഗ്രസ് നേതാവായ MN രാജുവാണ് സ്ഥാപനത്തിന്റെ ഉടമ. കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ കേസിൽ തിരുവല്ല സ്വദേശിയായ രാജുവും കുടുംബവും അറസ്റ്റിലായി. 150ഓളം ശാഖകളിൽ നിന്ന് നിരവധി പേർ തട്ടിപ്പിന് ഇരയായെന്നാണ് സംശയം. നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിന്നും നിക്ഷേപകർക്ക് മാസങ്ങളായി നിക്ഷേപ തുകയും പലിശയും ലഭിക്കാതെ വന്നതോടെയാണ് തട്ടിപ്പ് പുറത്തറിഞ്ഞത്. തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ ഹെഡ് ഓഫീസിൽ നിക്ഷേപകർ പ്രതിഷേധ സമരങ്ങൾ നടത്തിയെങ്കിലും പണം മടക്കി നൽകിയില്ല. തുടർന്നാണ് നിക്ഷേപകരുടെ പരാതിയിൽ രാജുവിനെയും കുടുംബത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ തട്ടിപ്പ് സംബന്ധിച്ച് പരാതികളുണ്ട്. തിരുവല്ല, പുളിക്കീട് പോലീസ് സ്റ്റേഷനുകളിൽ മാത്രം 16 കേസുകളാണ് സ്ഥാപനത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വിവിധ ജില്ലകളിലായി 150ഓളം ശാഖകളും സ്ഥാപനത്തിനുണ്ട്. തിരുവല്ലയിലെ വീട്ടിൽ നിന്നാണ് സ്ഥാപന ഉടമ NM രാജുവിനെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഭാര്യ ഗ്രേസ്, മക്കളായ അലൻ ജോർജ്, അൻസർ ജോർജ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. NM രാജുവിൻ്റെയും കുടുംബാംഗങ്ങളുടെയും പാസ്പോർട്ടുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കേരള കോൺഗ്രസ് M പത്തനംതിട്ട മുൻ ജില്ലാ പ്രസിഡന്റും മുൻ സംസ്ഥാന ട്രഷററുമാണ് NM രാജു.
ന്യൂസ് 18 പത്തനംതിട്ട. ഇടുക്കി കട്ടപ്പനയിൽ നടന്ന സിനിമ സ്റ്റൈൽ മോഷണമാണ് പോലീസ് പെട്രോളിനെ പരിശോധിക്കുന്നത്. വഴിവിളക്കുകൾ ഓഫ് ചെയ്ത ശേഷം എത്തിയ മോഷ്ടാവ് 4 വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പണം കവർന്നു. മുഖംമൂടി ധരിച്ചെത്തിയാണ് കവർച്ച നടത്തിയത്. ട്രാൻസ്ഫോമറിന്റെ ഫ്യൂസ് ഊരി മാറ്റുന്നത് CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. പ്രതികൾക്ക് വേണ്ടി കട്ടപ്പന പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കട്ടപ്പന വെട്ടിക്കുഴക്കവലിയിലുള്ള ചിക്കൻ സെന്ററിൽ പൂട്ടുപൊളിച്ചു കടന്ന മോഷ്ടാവ് 3500 രൂപയും കടയിൽ ഉപയോഗിച്ചിരുന്ന കത്തിയും അപഹരിച്ചു. പുലർച്ചെ 2 മണിയോടെ വെട്ടിക്കുഴക്കവലിയിലെ വൈദ്യുതി ലൈൻ ഓഫ് ചെയ്ത ശേഷമാണ് മോഷണം നടത്തിയിരിക്കുന്നത്. മോഷണം നടത്തുന്ന ദൃശ്യങ്ങൾ കടയിലെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. തലയിൽ മറുകൂട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആളെ വ്യക്തമായിട്ട് കാണുന്നില്ല. അപ്പോൾ കയറിയിട്ട് ഒരു വെട്ടുകത്തി ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. വെട്ടുകത്തി മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഡോർ ഇതെല്ലാം കൗണ്ടറുകളെല്ലാം തുറന്ന് നോക്കിയിട്ടുണ്ട്. തുറന്ന് നോക്കിയിട്ട് ഇതിനകത്ത് ഒരു പണിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി പൈസ ഒരു 3600 രൂപ ഒരാൾ കൊണ്ട് തന്നായിരുന്നു. അത് ഇതിനകത്ത് വെച്ചിരുന്നു. അത് പോയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് 50 100 ആയിട്ട് കുറച്ച് പൈസ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 10,000 രൂപയുടെ അടുത്തുണ്ടായിരുന്നു. അതും പോയി. വേറെ സാധനങ്ങളൊന്നും പോയിട്ടില്ല. പുലർച്ചെ 3:30യോടെയാണ് നത്തുകല്ലിൽ 3 സ്ഥാപനങ്ങളിലും മോഷണം നടന്നത്. ഒരു കടയിൽ നിന്ന് 5000-ഓളം രൂപ നഷ്ടമായി. മറ്റു 2 സ്ഥാപനങ്ങളുടെയും പൂട്ടുപൊളിച്ച് ഉള്ളിൽ കടന്ന മോഷ്ടാവ് മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന പണവും അപഹരിച്ചു. വഴിവിളക്കുകൾ ഓഫ് ചെയ്ത ശേഷമാണ് 4 കടകളിലും മോഷണം നടത്തിയത്. അന്ന് നോക്കുമ്പോഴത്തേക്ക് ഷട്ടർ താന്ന് കിടപ്പുണ്ട്. ഞാൻ താക്കോല നോക്കുമ്പോൾ പൂട്ട് കാണുന്നില്ല. നോക്കിയപ്പോഴത്തേക്കും ഈ താഴെ തല്ലി പൊടിച്ച് അങ്ങോട്ട് ഇട്ടേക്കുക. ഇവിടെ ഇത് കാണുന്നു കത്തിയും കറുത്ത ഈ കിട്ടുന്ന കത്തി ഉണ്ടെന്നുണ്ട എടുത്തോണ്ടിരുന്നത്. കുറച്ച് കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു ഇന്നലത്തെ. പുലർച്ചെ 1:30യോടെ വെള്ളയാംകുടി SML ജംഗ്ഷനിലുള്ള ട്രാൻസ്ഫോമറിന്റെ ഫ്യൂസ് ഊരിമാറ്റുന്നത് CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 ഇടുക്കി. പട്ടാപ്പകൽ വീട്ടമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതിന്റെ ഭീതിയിലാണ് കോതമംഗലം കള്ളാടെന്ന കൊച്ചു ഗ്രാമം. കള്ളാട് സ്വദേശിനി ഏലിയാമ്മ കൊല്ലപ്പെട്ടിട്ട് 1.5 മാസം പിന്നിടുന്നു. എന്നാൽ പ്രതികളെ ഇതുവരെയും കണ്ടെത്താനോ പിടികൂടാനോ കഴിയാത്തത് നാട്ടുകാരെയും കുടുംബത്തെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. മോഷണത്തിനിടെ നടന്ന കൊലപാതകമെന്നാണ് പോലീസ് നിഗമനം. പ്രതികളെ ഇതുവരെയും പിടികൂടാത്തതിനാൽ കേസന്വേഷണം CBIക്ക് വിടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കഴിഞ്ഞ മാർച്ച് 25-ന് പട്ടാപ്പകലാണ് വീട്ടിൽ തനിച്ചായിരുന്ന കോതമംഗലം കള്ളാട് സ്വദേശിനി ഏലിയാസിന്റെ ഭാര്യ സാറാമയെ അക്രമികൾ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. മകൻ എൽദോസും ഭാര്യയും പുറത്തുപോയ സമയത്തായിരുന്നു അരുംകൊല. വൈകിട്ടോടെ ഇവർ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ സാറാമയെ വീടിനുള്ളിൽ രക്തം വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡ്, വിരലടയാള വിദഗ്ധർ തുടങ്ങിയവർ സ്ഥലത്തെത്തി. പരിശോധനകൾ നടത്തിയെങ്കിലും പ്രതിയെക്കുറിച്ച് സൂചനകളൊന്നും ലഭിച്ചില്ല. ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച സമഗ്ര അന്വേഷണം നടത്തിയെങ്കിലും കേസിന് തുമ്പൊന്നും ലഭിച്ചില്ല. സമീപ വീടുകളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി. സംശയമുള്ള ഇതര സംസ്ഥാനക്കാർ ഉൾപ്പെടെ നിരവധി പേരെ പോലീസ് ചോദ്യം ചെയ്തു. പട്ടാപ്പകൽ ഇത്തരമൊരു നടുക്കുന്ന കൊലപാതകം നടന്നിട്ടും പ്രതികളെ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിനും തിരിച്ചടിയാണ്. കേസിൽ CBI അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പട്ടാപ്പകൽ ഇത്ര ക്രൂരമായ കൊല നടത്തിയിട്ടും പോലീസിന് ഇതുവരെ പ്രതികളിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഈ നാട്ടുകാരും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും എല്ലാം ഭയങ്കര ഭയപ്പാടിലാണ്. രാത്രിയിൽ ഒരു മനുഷ്യൻ പോലും പുറത്തിറങ്ങി നടക്കുവാനോ ഒന്നിനും സാധിക്കുന്നില്ല. അതുകാരണം CBIയിലേക്ക് പോകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. വൃദ്ധമാതാവിനെ പട്ടാപ്പകൽ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടും പ്രതികളെ പിടിക്കാൻ സാധിക്കാത്തതിനാൽ കുടുംബാംഗങ്ങളും നാട്ടുകാരും ഭീതിയോടെയാണ് കഴിയുന്നത്. എന്റെ അമ്മച്ചി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 51 വർഷമായി. ഒരു കുഴപ്പവും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഒരു തേങ്ങ പോലത്തെ ഒന്നും ഞങ്ങളുടെ ഇവിടെ നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് അറിയണം ഞങ്ങളുടെ അമ്മച്ചിനെ എന്തിനവര് ഇത് ചെയ്തത് ഞങ്ങൾക്ക് എന്തായാലും അറിയണം. കേസ് നടന്നിട്ട് ഇതുവരെയായിട്ട് ഒരു തെളിവോ ഒന്നും കിട്ടിയിട്ടില്ല. അവരെന്നും വരും,
ഓരോ കാര്യങ്ങളും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച് എന്നും പോകുന്നു. പക്ഷെ ഒരു തെളിവും കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടുകാർക്കും പേടിയാണ്, പുറത്ത് ഇറങ്ങാനും ഒരു സൗണ്ട് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. മോഷണത്തിനായി മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്നാണ് പോലീസിന്റെ നിഗമനം. സാറാമ ധരിച്ചിരുന്ന സ്വർണമാലയും വളകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. മൃതദേഹത്തിന് സമീപത്ത് മഞ്ഞൾ പൊടി വിതറിയിരുന്നു. ഇതൊക്കെ തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമാണെന്ന് വ്യക്തം. പ്രൊഫഷണൽ ക്രിമിനലുകളാകാം സംഭവത്തിന് പിന്നിലെന്നാണ് സംശയം. ന്യൂസ് 18 കൊച്ചി. ഭാര്യയ്ക്കൊപ്പം മറ്റൊരു പുരുഷനെ കണ്ടാൽ ഒരു ഭർത്താവിനും അത് സഹിക്കാൻ കഴിയില്ല. ഇത്തരമൊരു സംഭവം കോഴിക്കോട് താമരശ്ശേരിയിലുണ്ടായി. അർദ്ധരാത്രിയിൽ വീട്ടിലെത്തിയ കാമുകനെ യുവതിയുടെ ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അരീക്കോട് സ്വദേശി ലുഹൈബിനെയാണ് യുവാവ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കഴിഞ്ഞ ദിവസം 2 വയസ്സുള്ള കുഞ്ഞിനെയും കൂട്ടി യുവതി ഇയാൾക്കൊപ്പം നാട് വിട്ടിരുന്നു. പിന്നീട് പോലീസ് ഇരുവരെയും കണ്ടെത്തി ഭർത്താവിനൊപ്പം പറഞ്ഞയച്ചു. ഇതിന് ശേഷമാണ് കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. വഴിവിട്ട ബന്ധങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് ഇതുപോലുള്ള സംഭവങ്ങൾ. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.